ശ്രീ പറയണ ശ്രീ 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 മിണ്ടാ നിക്ക് ശ്രീ നീ എന്തായി കാണിക്കുന്നത് ശ്രീ ശ്രീ അടങ്ങി നിൽക്ക്. എനിക്കെതിരെ പ്രയോഗിക്കാൻ ഒരുക്കിയ ആയുധങ്ങളൊക്കെ ഒടിഞ്ഞു പോയോ? ഇപ്പൊ നിങ്ങൾ സ്കോർ ചെയ്തോ? പക്ഷെ നിങ്ങളുടെ ഈ സന്തോഷത്തിന് വലിയ ആയുസില്ല. ഉണ്ടാവോടി. എല്ലാ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്നതേ ചില ആയുധങ്ങൾ കയ്യിലിരിക്കുന്നതുകൊണ്ടാ. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നതും ഈയൊരു മാരകായുധം കയ്യിൽ വച്ചുകൊണ്ട് തന്നെയാ. നിങ്ങള് വെല്ലുവിളി തുടർന്നു. ഇതെവിടെ വരെ പോകുന്നു നമുക്ക് കാണാലോ. ഒന്നും കാണാനില്ലടി. നിന്നെയൊക്കെ ഞാൻ പൂട്ടിക്കെട്ടി ഒരു മൂലയിലിരുത്തും. ഇപ്പൊ ഞാൻ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ഈ മാരകായുധം ഉണ്ടല്ലോ സിസ്റ്റർ പവിത്ര, അത് ഞാനായിട്ട് കൊണ്ടുവന്നേന്നുമല്ല, നിങ്ങൾ തന്നെ എടുത്ത് എന്റെ കയ്യിലേക്ക് വച്ചു തന്നതാ. പത്നിയെ വച്ചിട്ടുള്ള ഈ ആൾമാറാട്ട കളിയെ അന്ന് ഞാൻ അറിഞ്ഞിട്ടും പ്രതികരിക്കാതെ തോറ്റു നിന്നു. അതാടി ദൈവം. ഒരവസരം വന്നപ്പോ ദൈവം ആ ആയുധം എടുത്തെന്റെ കയ്യിലേക്ക് തന്നു. ഇനി ഞാനാടി ഈ വീട് ഭരിക്കുന്നേ. നീയൊക്കെ അനുസരിച്ച് നിന്നോണം. ഇതൊരു കൈവിട്ട കളിയാ. കാര്യങ്ങള് വലിയ പ്രശ്നത്തിലേക്കാ പോകുന്നത്. ഞാനും അത് തന്നെ രാജു ആലോചിക്കുന്ന. അംബിക അങ്ങ് സ്കോർ ചെയ്യോ? അവരിപ്പോ പവിത്ര എന്ന കാർഡ് ഇറക്കിയ കളി. നമുക്ക് ആ പവിത്രയായിട്ട് വേഷമാറി വന്ന സ്ത്രീയെ ഒന്ന് ഭീഷണിപ്പെടുത്തിയാലോ? ചീറ്റിംഗ് കേസ് കൊടുക്കുമെന്നൊക്കെ പറയാം. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്താലോ? ഇതിനിടയ്ക്ക് ഞാൻ ഇതൊക്കെ ആലോചിച്ചതാ. നമ്മൾ ഭീഷണിപ്പെടുത്തിയ ഉറപ്പായിട്ടും അവരത് അംബികയോട് പറയും. അപ്പോഴും വലിയ ആയുധം അംബികയുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ശരിക്കും സാറിന് ചീറ്റ് ചെയ്തത് നമ്മളല്ലേ? അമ്മയെ പവിത്ര എന്ന പേരിൽ കൊണ്ടുവന്ന് വർമ്മ സാറിനെ നമ്മൾ പറ്റിച്ചില്ലേ? അത് അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആയിരുന്നില്ലേ രാജു? ഉപേക്ഷിച്ച് കളഞ്ഞ ഭാര്യയെ കൊണ്ടുവന്ന് തന്റെ ജീവൻ രക്ഷിക്കേണ്ടായിരുന്നു എന്ന് വർമ്മ സാർ പറയും. പിന്നെ നമ്മൾ രണ്ടുപേരും സാറിന്റെ മുഖ്യ ശത്രുക്കളായിട്ട് മാറും. അല്ല, അതാണല്ലോ അംബികയുടെ ലക്ഷ്യം. എന്ത് ചെയ്യാൻ പറ്റും രാജു? ഒരു വഴി പറഞ്ഞുതരാൻ ആരും ഇല്ലല്ലോ. ഇത് തന്നെ തക്കം. ഇപ്പം കൊടുത്തേക്കാം പണി. ഇത് പല പ്രാവശ്യമായിട്ട് 3 വട്ടം കഴിച്ച ആർക്കും ഭ്രാന്ത് പിടിക്കും. ഇത് കാട്ടിലുള്ള ഒരു മരത്തിന്റെ കറയിൽ നിന്നെടുത്തതാണ്. ഇത് പാലിൽ കലക്കി മരുമോൾക്ക് കൊടുത്തോളൂ, ഭ്രാന്ത് തുടങ്ങിക്കോളും. നീ ഭ്രാന്ത് പിടിച്ചു ഓടുന്നത് എനിക്കൊന്ന് കാണണം. നമുക്ക് മുറിയിലേക്ക് പോവാം.
പോവാം. വാ. അല്ല, ഹരീഷ് പാല് കുടിക്കുന്നില്ലേ? ഇല്ല, ഞാൻ നേരത്തെ കുടിച്ചാ. നീ കുടിക്കേ. അയ്യോ ശ്രീ 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 വിട് ശ്രീ കൈ എടുക്ക് ശ്രീ കൈ വിട് ശ്രീ ശ്രീ വിട് ശ്രീ ശ്രീ കൈ എടുക്ക് ശ്രീ ശ്രീ കൈ ശ്രീ എന്തായി കാണിക്കുന്നത്? ശ്രീ നിക്ക്. ശ്രീ എന്താ നീ ഇവിടെ ഇരിക്ക്. ശ്രീ നീ ഇവിടെ ഇരിക്ക്. എവിടെ പോവാ? ശ്രീ ശ്രീ പറയണ ശ്രീ 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 അയ്യോ എന്റെ ചെവിട്. അയ്യോ ശ്രീ എനിക്ക് പോണം. മിണ്ടാ നിക്ക് ശ്രീ. നീ എന്തായി കാണിക്കുന്നത്? ശ്രീ 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 അടങ്ങിയിരിക്ക്. ഹരീഷ്, അമ്മ വയ്ക്കോ. ഇവള് ദുസ്വപ്നം വല്ല കണ്ടായിരിക്കും. ഒന്ന് കിട്ടിയാലെന്ത്, സംഗതി വർക്കൗട്ടായി. എന്തായി മക്കളെ, എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടിയോ? ഇല്ല മാഡം. ഞങ്ങളിങ്ങനെ ഓരോന്ന് ആലോചിക്കാ ചെറിയമേ, ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഈ സമയം നോക്കി ശേഖരേട്ടൻ ഇവിടെ ഇല്ലാതായിപ്പോയി, ഒരു സപ്പോർട്ടിന്. ഇനിയിപ്പോ എന്താ ചെയ്യാ ഈശ്വര? ചെറിയമ ടെൻഷൻ ആവാതെ. ഇവർക്ക് അങ്ങനെ അങ്ങ് കത്തിക്കയറാൻ നമ്മൾ അവസരം കൊടുക്കില്ല. അതിനൊക്കെ മുൻപ് നമുക്ക് അവരെ പൂട്ടാൻ പറ്റും.